ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വീക്കെൻഡ് പ്രമാണിച്ച് പോകുന്നത് അബുദാബിയിലുള്ള ടീം ലാബ് ഫിനോമിന കാണാനാണ്. അപ്പോൾ അത് കൂടാതെ ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇന്നേ വരെ ഞാൻ ലോങ് ഡ്രൈവ് ചെയ്തിട്ടില്ല. അടുത്തൊക്കെ പോവുമെങ്കിലും വണ്ടി എടുത്ത് ഇതാവുകയാണെങ്കിലും സിറ്റിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ പോണ സമയത്ത് എനിക്ക് നല്ല പേടിയുള്ളത് കാരണം കൊണ്ട് ഞാൻ അങ്കുവിനോട് ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈസൻസ് കിട്ടിയതിന് ശേഷം അർജുനെ തട്ടി ഞങ്ങൾ ബാക്കിലോട്ട് ഇട്ടു. അങ്ങനെ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് ഫൈനലി ഒരു 10:30 11 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ടീം ലാബ് ഫിനോമിനയിലെത്തി. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നേരെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ബാഗ് കൊണ്ടുവന്നവരൊക്കെ ബാഗ് കാണിക്കുക. പിന്നെ വേറൊരു സൈഡ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഉള്ളിലോട്ട് കയറി. സോ ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മൾ ഇതാണ് കാണുന്നത്. അതുപോലെ അവിടുത്തെ സ്ക്രീനിൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ആ ലൈറ്റിങ്സും കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. വാസുവും അച്ചു ഒരേ കളി തന്നെയായിരുന്നു. അച്ചു ആണെങ്കിൽ അച്ചുവിൻ്റെ കുട്ടി ക്യാമറയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അച്ചുവും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ്, നമ്മുടെയല്ലേ മോൻ, അതുപോലെയല്ലേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ അവിടെയും ഒരു സെക്യൂരിറ്റി ഉണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. അപ്പോൾ അടുത്തതിലേക്ക് പോയത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്, നമ്മൾ നെറ്റിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അത് മൊത്തത്തിൽ കറങ്ങുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല കറങ്ങുന്ന ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ആ നെറ്റിൻ്റെ മുകളിൽ കുറച്ച് നേരം ഇരുന്ന് അവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് മെല്ലെ ഇറങ്ങി. നെക്സ്റ്റ് ഇതുപോലെ ഇത് കളർഫുൾ ബോൾസ് പോലെയുള്ളതുണ്ട്. അത് നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്പ്ലിറ്റായിട്ട് പോവും, വേറിട്ട് പോവും. അത് കഴിഞ്ഞ് അടുത്തതാണ് വേറൊരു സംഭവം. അത് അവിടെ കാണുന്ന ഓരോ അതായത് ഇൻസെക്ട്സ്, ലിസാർഡ്, സ്നേക്ക് ഇങ്ങനെയുള്ളതെല്ലാം അവർ ഡ്രോയിങ്സ് നമുക്ക് തരും. അത് കളർ ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവരത് സ്കാൻ ചെയ്തിട്ട് ഈ ഡിസ്പ്ലേയിലിടും. ഓക്കെ, അത് പേയബിൾ ആയതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തില്ല. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോയി. ഓരോ സെക്ഷനിലും സെക്യൂരിറ്റീസ് ഇൻസ്ട്രക്ഷൻസ് പറയും. അപ്പോൾ അടുത്ത സെക്ഷനാണ് ബലൂൺസ്, ഫുൾ ഓഫ് ബലൂൺസ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബലൂൺ ഇങ്ങനെ പറക്കാതെ ഫ്ലോട്ടിംഗ് ബലൂൺ. അപ്പോൾ അതിൽ നമ്മൾ കുത്താനോ പൊട്ടിക്കാനോ ഒന്നും പാടില്ല. അത് അവർ ആദ്യം തന്നെ പറയും. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡ്രൈ ഏരിയയിലത്തെയാണ് കണ്ടത്. ഇനി ഞങ്ങൾ പോകുന്നത് വെറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ വെറ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷൂസൊക്കെ അഴിച്ചിടണം. അതിൽ ഷൂസൊക്കെ എടുത്ത് വെക്കാനുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷൂസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ വെറ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളത്തിൻ്റെയാണ്, മൊത്തം വെറ്റ് ഏരിയയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പും ഇവിടെ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഇതും ഒരു അടിപൊളി സംഭവമായിരുന്നു. അതായത് ഇവിടെ കാണുന്ന മുട്ട ഷേപ്പിലുള്ള സ്കൾപ്ചേഴ്സിൽ നമ്മൾ തൊടുകയാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാം. അതുപോലെ പ്രത്യേകതരം സൗണ്ടും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അച്ചുവും വാസും കുറേ നേരം അതിലിരുന്ന് കളിച്ചു, വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് കുറേ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ശരിക്കും എനിക്കിതിൽ കയറിയപ്പോൾ തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു ലോകത്തിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ ആർട്ടും നാച്ചുറലായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് വണ്ണാണ്. ഇതിൽ നമുക്ക് ഉള്ളിലോട്ട് പോകാനുള്ള പ്രവേശനമില്ല. അപ്പോൾ ഇത് നമുക്ക് പുറമേ നിന്ന് ജസ്റ്റ് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. അങ്ങനെ അവിടെയുള്ള ആർട്ട് വർക്കുകൾ അത്യാവശ്യം നമ്മൾ കവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അത് കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കാരണം ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ടാവാം വീട്ടിലോട്ട് യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് ഷോപ്പിങ്ങും ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. വീട്ടിലോട്ട് വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. ശരിക്കും നല്ലോണം പേടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്.
പുറമേ അങ്ങനെ കാണിക്കുന്നില്ല എങ്കിലും ഞാൻ ഉള്ളിൽ നല്ലോണം പേടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്നെക്കാട്ടിലും പേടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന അർജുനും അങ്കുവിനും ഒക്കെ. കാരണം അബുദാബിയിൽ സ്പീഡ് ലിമിറ്റ് അതുപോലെ ഫൈന് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് പേടിയുണ്ടായിരുന്നു. മറ്റേ ഡയലോഗ് പറയുന്ന പോലെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ജോബ്. ഇത്രയും നാളും പുറകിലിരുന്ന് പോകുമ്പോൾ വലുതായിട്ടൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇന്ന് ശരിക്കും അറിഞ്ഞ ദിവസമാണ്. അങ്ങനെ തട്ടിയും മുട്ടിയും ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ എൻ്റെ ഡ്രൈവിങ്ങോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.